എല്ലാ വിശുദ്ധന്മാരെയും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ദനം ചൊല്ലുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വീണ്ടും വന്നത് ധാരാളം ചോദ്യങ്ങൾ നമ്മൾ ഇടുന്ന വചന പഠനവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ട് അറിയണം എന്ന ആഗ്രഹത്തോടെ ധാരാളം ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇടുമ്പോൾ അതിന് അനുബന്ധമായൊരു ചോദ്യം വന്നാൽ മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭാഗമായതുകൊണ്ട് കൃത്യമായിട്ട് ചില അത്യാവശ്യമുള്ള സന്ദേശങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക്, സ്റ്റേറ്റ്മെന്റുകൾക്ക് മറുപടി തരാൻ ആഗ്രഹിക്കുക. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം, ഒരാൾ പ്രധാനമായിട്ട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഇങ്ങനൊരു വാക്യം ഉണ്ടല്ലോ ബ്രദറെ. അവൻ നമ്മൾ കൊടുത്താൽ ദൈവം അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് തരുമെന്നാണല്ലോ ബൈബിളിൽ വാക്യം. അപ്പോൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഒത്തിരി ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സത്യത അതിൻ്റെ കാരണം ഞാൻ പറയാം. ഞാൻ ഇട്ട വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലോ അതിൻ്റെ തംബ്നെയിലോ ഒക്കെ വായിച്ചിട്ട് ഒരു റാൻഡമായിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ട് പോകുന്ന ആളുകളാണെന്ന് തോന്നുന്നു ചിലർ. ഞാൻ കൃത്യമായിട്ട് ആ 2 വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയോ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയോ ശുശ്രൂഷിക്കുന്ന, വചനം പഠിപ്പിക്കുന്ന ആളുകൾക്ക് അവർക്ക് നമ്മുടെ നന്മയിൽ ഓഹരി കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ എതിരല്ല. ഞാൻ കൃത്യമായി യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേദപുസ്തകത്തിൻ്റെ പുതുനിയമത്തിൻ്റെ ബേസിൽ, അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് വീണ്ടും പറയുന്നു, ദശാംശം പിരിക്കുന്ന സഭയും ദശാംശം വാങ്ങാനായിട്ട് നിർബന്ധം പിടിക്കുന്ന പാസ്റ്ററും ഒരിക്കലും പുതുനിയമത്തിന്റെ വേലക്കാർ അല്ല. ഈ ആളുകളിൽ ചിലർ വന്ന് കമന്റ് എടുത്ത് ഞങ്ങൾക്ക് ദശാംശം കൊടുത്ത് അങ്ങ് അനുഗ്രഹം കൊണ്ട് അങ്ങ് നിറഞ്ഞെന്ന. ശരി, അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ. അത് ദശാംശം കൊടുത്തുകൊണ്ടായിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ, അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. ഞാൻ ടൈത്ത് കൊടുത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ടൈത്ത് കൊടുക്കുന്നവന്റെ വീട് നിറഞ്ഞു കവിയും, ടൈത്ത് കൊടുക്കുന്നവന്റെ കളപ്പുര നിറഞ്ഞു കവിയും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, ദൈവമക്കളെ, സഹോദരന്മാരെ, പാസ്റ്റേഴ്സ്, നിങ്ങളോട് പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി അത്. ടൈത്ത് ഈസ് അണ്ടർ ദ ലോ. ടൈത്ത് പറയുന്നു, നീ കൊടുത്താൽ എന്ത് ചെയ്യും? നിന്റെ കളപ്പുര നിറഞ്ഞ് കവിയുമാറ് ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നെ പറയുന്നത്. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കാന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു ഭാഷാശൈലിയാണ്. അത് വാസ്തവത്തിൽ അഗ്രികൾച്ചറലി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കൃഷി വിഭവങ്ങളും നിങ്ങളുടെ ആടുമാടുകളും പുഷ്ടിയോടെ വളരേണ്ടതിനും അത് സമർത്ഥമായിട്ട് വിളവുണ്ടാകേണ്ടതിനും ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് മഴ പെയ്യിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി. അതിൽ ആശ്രയിക്കുന്ന ഏവനും അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, ശപിക്കപ്പെട്ടവൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ടൈത്ത് കൊടുത്താൽ നിങ്ങൾക്ക് കലവറ നിറഞ്ഞ് കവിയും എന്ന് പറയുന്ന ആ ദൈവദാസൻ എന്താ പഠിപ്പിക്കുന്ന അറിയാമോ? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ബേസിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കൊടുക്കൂ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണത്, കൊടുത്തോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല. അദ്ദേഹം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയും, പക്ഷെ നിങ്ങൾക്കത് ശാപമാണ്. ഒരിക്കലും അത് അനുഗ്രഹമല്ല. പക്ഷെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ ഓഹരിയിലും പകരം കൊടുക്കണം. ഒരു വിദ്വാൻ അതിനകത്ത് വന്ന് നൽകിയൊരു കമന്റ് വളരെ രസകരമായ ഒരു കമന്റാണ്. അത് എൻ്റെ മനസ്സിലിരിപ്പം തോന്നുന്നത് എനിക്കറിയത്തില്ല. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു എന്നാണ്, അതും അതിൻ്റെ പങ്കും കൊടുക്കണോ എന്ന് ചോദിച്ചൊരു വിദ്വാനുണ്ട്. ഞാനത് അത്രയ്ക്കും പറഞ്ഞങ്ങ് വിടുക. ഇവരൊന്നും വേദോസം കേൾക്കാനൊന്നും വന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഓക്കെ, ഈ വാക്യത്തെ ഞാൻ എടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഈ വാക്യം മാത്രമായിട്ട് നമ്മൾ പലരും വായിച്ച് നമ്മൾ ആ ഒറ്റ വാക്യം വെച്ചൊരു പാട്ട് നമുക്ക് ഹെവൻലി ഫീസ്റ്റിൽ കാണാൻ പറ്റും. അതെന്താണെന്നറിയാമോ?
100 മടങ്ങായി തരുമവൻ നിന്നുടെ മടിയിൽ നിറയെ നിറയെ, യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. നല്ലൊരു പാട്ടായില്ലേ, കേൾക്കാൻ നല്ല രസമുണ്ട്. അത് സ്തോത്രാശ ഇടുമ്പോൾ പാടുന്ന പാട്ടാണ്. പിന്നെ ഞാൻ ഈ ചർച്ച് ഓഫ് ഗോഡിലാണ് മാർത്തോമായി ആദ്യം വന്നത്. അപ്പം അവിടെ മിക്കവാറും എല്ലാം സ്തോത്രാശ എടുക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. പ്രതിഫലം തന്നിടുവാൻ യേശുനാഥൻ വന്നിടും. അപ്പൊ ഇതെങ്ങനെയുള്ള കുറച്ച് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആൾക്ക് കൊടുക്കാനൊരു സന്തോഷം. 100 മടങ്ങായി തരുമവൻ നിന്നുടെ മടിയിൽ നിറയെ നിറയെ, യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാന്നൊക്കെ പറയുമ്പം നമ്മുടെ ഈ നല്ല ബിസിനസ്സുകാരെ അവിടെ കുത്തിയിരിക്കുന്നത്. 1 വെച്ചാൽ 2 കിട്ടും, വെയ് രാജാ വെയ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ചന്തസ്ഥലത്തൊക്കെ ഒരു മുണ്ടൊക്കെ വിരിച്ചിട്ട് ഒരു കുടുക്കയും വെച്ചുകൊണ്ടിരുന്ന ഇരിക്കുമായിരുന്നു. ഇങ്ങോട്ട് ഇടും, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. പക്ഷെ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഹയർ വേർഷനാണ്. അതായത് പണ്ട് ആ ചന്തയെ മുണ്ടുമായിട്ട് കുത്തിപ്പിടിച്ചിരുന്നവൻ ഇപ്പം മുണ്ട് മടക്കി ഉടുത്തതിന് മുണ്ടൊക്കെ ഉടുത്തുകൊണ്ടല്ല, പാൻറ്റും കോട്ടൊക്കെ ഇട്ടുകൊണ്ട് പള്ളിക്കകത്ത് കയറി ഇരുന്നിട്ട് പറയുകയാണ്, 1 വെച്ചാൽ 2 കിട്ടുമെന്നല്ല, 1 വെച്ചാൽ 100 കിട്ടും, വെയ് രാജാ വെയ്. ഇതാ സംഭവം. 1 വെച്ചാൽ 100 കിട്ടും, വെയ് രാജാ വെയ്. ഇതൊക്കെ 100 മടങ്ങായി തരുമവൻ നിന്നുടെ മടിയിൽ നിറയെ നിറയെ, യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതയ്ക്കാം. നിങ്ങൾ വാരി വിതച്ചിട്ട് നിങ്ങളെ ഒരു പ്രധാന കാര്യം കൂടെ ഞാൻ പറയാം. ഈ വിതയ്ക്കുക കൊയ്യുക, ഇതൊരു ഭയങ്കര തന്ത്രം. ഇത് ഈ വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സമൂഹം നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ E.W. കെനിയനാണ്. അദ്ദേഹത്തിന് കുറെ നല്ല പുസ്തകങ്ങളുണ്ട്, നല്ല കുറെ എഴുത്തുകളുണ്ട്. ഞാൻ അതിനെല്ലാം നിരാകരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു പഠനത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കുറെ തിയോളജിക്കൽ കോൺസെപ്റ്റിൽ നിന്നാണ് ഈ വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെന്റ് ഫ്രണ്ടിലേക്ക് വരുന്നത്. അതിൽ ഇപ്പം നമ്മൾ ലോകത്ത് ജെസ്സി ഡുപ്ലിയൻ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്, കെന്നത്ത് കോപ്ലാൻഡ് ഉണ്ട്, കെന്നത്ത് ഹേഗൻ മരിച്ചുപോയി. പിന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട്. കൊടുക്ക്, നെയിം ഇറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ്, കൊടുക്ക് വാങ്ങാം, കൊടുക്ക് വാങ്ങാം, കൊടുക്ക് വാങ്ങാം, ഇങ്ങനെ കൊടുത്ത് വെതയ്ക്കുവിൻ. ഇപ്പൊ ഈ വെതാ കൊയ്ത്ത് എന്ന സാധനമൊക്കെ ചർച്ച കൊണ്ടുവരിക. ഞാൻ സ്നേഹത്തോടൊരു ചോദ്യം ചോദിക്കാം. വിതയ്ക്കുന്ന ഇടത്ത് നിന്ന് തന്നെ അല്ലേ കൊയ്യേണ്ടത്? വിതയ്ക്കുന്നതിൻ്റെ തന്നെ 100 മടങ്ങല്ലേ കൊയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ചർച്ചിൽ കൊണ്ടുപോയിട്ട് വിതയ്ക്കുക, 100 രൂപ ഞാൻ വിതയ്ക്കുക. ഞാൻ എവിടുന്ന് കൊയ്യണം? വിതച്ച 100 രൂപ 100 മടങ്ങായിട്ട് 10,000 രൂപയായിട്ട് ഞാൻ കൊയ്യണം. എവിടുന്ന് കൊയ്യണം? ചർച്ചിൽ നിന്ന് കൊയ്യണം. അപ്പൊ നമ്മുടെ ചർച്ചയിൽ നമ്മൾ വിതയ്ക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെയും ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. നിങ്ങൾ സത്യം അറിയണം, ദയവായിട്ട് വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾ ചർച്ചിലാണ് കൊണ്ട് വിതച്ചതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കായ്ഫലം എടുക്കേണ്ട സമയമാകുമ്പോൾ ചർച്ചിൽ പോയിട്ട് ആ വിതച്ച ആ പാത്രത്തിൻ്റെ ഉടമയോട് പറയണം, ഞാൻ 6 മാസത്തിന് മുമ്പ് ഒരു 100 രൂപ വിതച്ചായിരുന്നു, അതിൻ്റെ 100 മടങ്ങ് തരുമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഒരു 100 മടങ്ങ് എനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. കാരണം വിതയ്ക്കുന്നിടത്ത് തന്നെ കൊയ്യണം. ഇത് പറയുമ്പോൾ വഴക്കുണ്ടാക്കൊന്നും വരണ്ട. വിതയും കൊയ്ത്തും നിന്നു പോകത്തില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോന്ന് മനസ്സിലാക്കണം. വിതയ്ക്കേണ്ടത് ചർച്ചിലല്ല, വിതയ്ക്കേണ്ടത് വയലിലാണ്. എല്ലാ വിശ്വാസികൾക്ക് വിതയ്ക്കേണ്ടത് വയലിലാണ്. സ്തോത്രകാഴ്ച പാത്രത്തിൽ വിതച്ചാൽ ആ വിത ഉപദേശി തിന്നത്തേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കത്തുള്ളൂ. വിത ഒരാൾ തിന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ചേട്ടാ മുളച്ചു വരുന്നത്? ഒരു യുക്തി വേണ്ടേ നമുക്ക്? അപ്പം വിതയ്ക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിലാണ്, വിതയ്ക്കേണ്ടത് വയലിലാണ്, വിതയ്ക്കേണ്ടത് നമ്മളുടെ ഭൗതികമായ പ്രൊഫഷണൽ മേഖലയിലാണ്. അവിടെ വിതയ്ക്കേണ്ടത്. സഭയ്ക്കകത്ത് വിതയും പിടിച്ചുകൊണ്ട് വരരുത്. സഭ വയലല്ല. സഭ നിങ്ങളുടെ ബിസിനസ് നടത്തുന്ന സ്ഥലമല്ല. സഭ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ രാജ്യമാണ്. Church is not a agriculture land. Church is the city of God. There is no sowing and reaping there.
അപ്പൊ പിന്നെ എന്ത് കൊണ്ടുവരണം? വിത കൊണ്ടുവരണോ? കൊയ്ത്തിന്റെ ഫലം കൊണ്ടുവരണം. കൊയ്ത്തിന്റെ ഫലം കൊണ്ടുവരണം. വിതച്ചിട്ട് പള്ളി കൊണ്ട് വിതയ്ക്കാതെ, 100 കൂടെ അങ്ങായി തരുമെന്ന് പറയുമ്പോൾ സ്തോത്രാഴ്ചക്കകത്ത് വിതയ്ക്കാതെ, നീ കൊണ്ടുപോയി ബിസിനസ്സിൽ വിതയ്ക്കേ, നീ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വിതയ്ക്കേ, നീ കൊണ്ടുപോയി ഏതെങ്കിലും ഷെയറിൽ കൊണ്ടുവന്ന് വിതയ്ക്കേ, അല്ലെങ്കിൽ നീ ഏതെങ്കിലും ബിസിനസ്സിൽ കൊണ്ട് വിതയ്ക്കേ. വിതച്ചിട്ട് അതിനകത്ത് കിട്ടുന്ന ഒരു കൊയ്ത്തില്ലേ, ആ കൊയ്ത്തിന്റെ ഒരു ഫലമില്ലേ, അത് സന്തോഷത്തോടെ ദൈവരാജ്യത്തിന് കൊണ്ടു കൊടുക്കുക. ഇത് വിതയല്ല കൂടെ കൊണ്ടുവന്ന് ഉദ്ദേശിയുടെ കൈ കൊണ്ടു കൊടുത്തിട്ട് പറയാം എനിക്ക് 100 മടങ്ങ് കിട്ടൂല, നിന്റെ വിത അടുത്ത ദിവസം അവർ പുഴുങ്ങി തിന്നും. ഇത് മനസ്സിലാക്കാതെയും ദൈവസഭ വിതയ്ക്കാനുള്ള സ്ഥലം, ദൈവസഭ ഇതിന്റെ ഏറ്റവും വലിയൊരു ചിത്രം നമുക്ക് എവിടെ കാണാമെന്നറിയാമോ? യെരൂശലേം ദേവാലയത്തിൽ കാണാൻ പറ്റും. കർത്താവിന്റെ അടുക്കൽ അവിടെ പ്രാക്കളെ വിൽക്കുന്ന സ്ഥലം, ആടുമാടുകളെ വിൽപ്പന നടത്തുന്ന സ്ഥലം, നാണയത്തിന്റെ വിനിമയം നടത്തുന്ന അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലം. അപ്പം യെരൂശലേം ദേവാലയത്തിനകത്ത് 1/2 ശേക്കൽ വെള്ളി വീതം എല്ലാവരും കൊണ്ട് കൊടുക്കണം. അപ്പം അന്നത്തെ കാലത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് റോമൻ നാണയങ്ങളാണ്. അപ്പൊ റോമൻ നാണയ വിനിമയമാണ് മാർക്കറ്റിൽ കൂടുതലുള്ളപ്പോൾ യെരൂശലേമിൽ അത് അക്സെപ്റ്റ് ചെയ്യൂല. അപ്പൊ യെരൂശലേമിന്റെ പള്ളിക്കകത്ത് തന്നെ ഒരു മേശപ്പുറത്ത് ഒരുത്തം കുത്തിയിരിപ്പുണ്ട്, അല്ലെ പല പുള്ളികളുണ്ട്, കുറെ മാഫിയ ഉണ്ട് അവിടെ. അവരുടെ പക്കൽ എന്തുണ്ട്? ഈ ശേക്കലുണ്ട്, അതായത് എബ്രായരുടെ നാണയങ്ങളുണ്ട്. അപ്പൊ റോമൻ നാണയം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന് തത്തുല്യമായ ഷേക്കൽ കൊടുക്കും. അപ്പം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരിച്ചെന്ത് ഷേക്കൽ കൊടുക്കും. പിന്നെ ഒരു ചെറിയ കമ്മീഷനും കൂടെ അവന്മാരങ്ങ് പിടുന്നു. നമ്മുടെ പറഞ്ഞ എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയും. അതും കൂടെ അവന്മാർ അടിച്ചു മാറ്റി ഇങ്ങനെ സന്തോഷകരമായ ബിസിനസ്. അപ്പൊ ഇതാണ് സഭ. കർത്താവ് എന്താ ചെയ്തത്? ബിസിനസ് നടത്തിയവൻ എന്ത് ചെയ്തു? ചാട്ടവാർ എടുത്ത് അടിച്ചു പുറത്താക്കി, അത്രേ ഉള്ളൂ. അപ്പൊ ചേർച്ചിനകത്ത് ബിസിനസ് നടത്തരുത്, ചേർച്ചിനകത്ത് വിത നടത്തരുത്. ചർച്ച് വിതയ്ക്കുന്ന സ്ഥലമല്ല. ദൈവ മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വിതയ്ക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് സന്തോഷത്തോടെ വിതയ്ക്കാൻ പറ്റത്തില്ല, അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനത്തിൽ 127 സങ്കീർത്തനം, ഐ എം സോറി, എൻ്റെ ഓർമ്മയിലില്ല. അവിടെ നമ്മൾ കാണുന്നുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ അപ്പൊ വിതയ്ക്കുമ്പോൾ എങ്ങനെ വിതയ്ക്കാൻ പറ്റത്തുള്ളൂ? കണ്ണുനീരോടെ വിതയ്ക്കാൻ പറ്റൂ. കൊയ്യുന്നതോ ആർപ്പോടെ കൊയ്യണം. അപ്പൊ ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ കൊടുക്കണ്ടേ? ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത് പോലെ സന്തോഷത്തോടെ കൊടുക്കുക. നിർബന്ധത്താലരുത്, സന്തോഷത്തോടെ കൊടുക്കണമെങ്കിൽ അത് കൊയ്ത്താണോ വിതയാണോ? വിതയ്ക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വിതയ്ക്കുമെന്നല്ലേ? അപ്പൊ കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്നത് അങ്ങനെയാണ്. സ്തോത്രകാഴ്ച ഇടാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? കണ്ണുനീരോടെ വിതയ്ക്കണം. എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് അതേ സ്തോത്രകാഴ്ച പാത്രത്തിൽ കൈയിട്ട് നിങ്ങൾ വിതച്ചതിന്റെ 30, 60, 100 മടങ്ങെടുക്കണം. കാരണം വിതച്ച അവിടെ അല്ലേ, അവിടെ നിന്നല്ലേ കൊയ്യണ്ടേ. ഇപ്പൊ നിങ്ങളൊരിടത്ത് കൊണ്ടുവന്ന് കൊല്ലത്ത് ഒരു വയലിൽ കൊണ്ടുവന്ന് വിതച്ചിട്ട് കാസർഗോഡ് പോയിട്ടാണോ കൊയ്യണ്ടേ? ഇതൊക്കെ ആത്മീയമാണെന്നൊക്കെ പറഞ്ഞ അച്ഛന്മാർ പേര് വാങ്ങി വന്നാൽ മതി. വാ സംസാരിക്കാന്നേ. ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ഞാൻ ഒരു ദൈവദാസനെയും താഴ്ത്തുകയല്ല. ഒരു ദൈവസഭ 5 പേരാ 4 പേരുള്ള ഒരു സഭയെന്ന് ആയിക്കോട്ടെ, കുഴപ്പമില്ല. 2 പേര് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. അതെല്ലാം ദൈവമക്കളാണ്. ഐ ലവ് യു ഓൾ, ഐ റെസ്പെക്ട് യു ഓൾ. പക്ഷെ ഇങ്ങനെ അല്ല നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ തെറ്റ് പഠിപ്പിക്കരുത്. ചർച്ച ഒരിക്കലും അസത്യത്തിന്റെ തൂണല്ല. സഭ സത്യത്തിന്റെ തൂണാണ്. സത്യം മാത്രമേ സഭയ്ക്കകത്ത് പ്രഘോഷിക്കപ്പെടാൻ പാടുള്ളൂ. ദൈവസഭയ്ക്കകത്ത് സത്യമേ പറയാൻ പാടുള്ളൂ, പഠിപ്പിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ ആ ഭാഗം അങ്ങനെ വിടുക. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ വന്ന ചോദ്യം ഇതാണ്, കുലുക്കി എന്ത് പറഞ്ഞത്? കൊടുപ്പിന് എന്താ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഹിയർ എന്താ ഇതിന്റെ അർത്ഥം? ഇതിന് അനേക നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ വിഷയം പഠിക്കാനായിട്ടിരുന്നപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന ചില ചിന്തകൾ ഈ ഒരു സന്ദർഭത്തെ ചോദിച്ചത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കും. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ വന്ന് ഇതിനകത്ത് വിശദീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ചില സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ മണിക്കൂറുകൾ ആവശ്യമുണ്ട്. ഇവിടെയാണെങ്കിൽ 5 മിനിറ്റ് കൂടുതലോ 10 മിനിറ്റ് കൂടുതലോ വീഡിയോ കാണുന്നവർ ഇതിനകത്തില്ല. എങ്കിലും ഒരു 10 പേരെങ്കിലും ഇതും പൂർണ്ണമായിട്ട് കേൾക്കാൻ സമയം ചെലവിടുന്നെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം പറയാം. നമ്മൾ എപ്പോഴും ഒരു വേർഡ് വായിക്കുമ്പം നമ്മൾ അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഒരു കോണ്ടക്ട്, ഒരു പ്രീ ടെക്സ്റ്റ് ഉണ്ട്, ഒരു പോസ്റ്റ് ടെക്സ്റ്റ് ഉണ്ട്, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ അത് ആരോട് പറഞ്ഞൊരു ഓഡിയൻസിൻ്റെ റെലവൻസ് ഉണ്ട്, അതിനകത്തൊരു കൾച്ചറൽ മീനിങ് ഉണ്ട്, അതിനകത്ത് അവരുടേതായ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ഉണ്ട്,
ഒരു മാർക്കറ്റിൻ്റെയോ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഈ വാക്യത്തിനകത്ത് ശ്രദ്ധിക്കണം. ചുമ്മാ അങ്ങോട്ടൊരു വാക്യം അങ്ങോട്ട് എടുക്കുക. ഓ ലൂക്കോസ് 6:38 പറയുന്നു, വിതയ്ക്കുന്നു എന്തോ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഓ ഇന്ന് രാത്രി ആരെല്ലാം വിതയ്ക്കുന്നുവോ അവർ കൊയ്യുവാൻ പോകുന്നു. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല ഇളം നിങ്ങളുടെ മടിയിൽ ദൈവം തരും. പാവങ്ങള് ഉള്ള പോക്കറ്റെല്ലാം വാരിയെടുത്ത് വിട്ടിട്ട് കൊടുക്കുകയും ചെയ്യും. കൊടുക്കാതിരിക്കല്ല, അയ്യോ ദൈവമേ നിരുത്സാഹപ്പെടുത്തുകയല്ല കേട്ടോ. കൊടുക്കണം. നിങ്ങൾ കർത്താവിൻ്റെ രാജ്യം, നിങ്ങൾക്ക് ആരെങ്കിലും വചനം പഠിപ്പിക്കുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ആ ദൈവദാസന് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, കൊടുക്കണം. നിങ്ങളെ ആത്മീയത്തിൽ വളർത്തുന്നവരെ എല്ലാ നന്മയിലും എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയിലും ആത്മീയവും ഭൗതികവും പ്രാർത്ഥന മിഷൻ എല്ലാം ഉണ്ട് അതിനകത്ത്. അതിനകത്തൊരു കൂട്ടായ്മ കാണിക്കണം. ഓഹരി കൊടുക്കണമല്ല, കൂട്ടായ്മ കാണിക്കണം. അത് ചെയ്യണം. ആരുടെയും ഞാൻ ഈ വീഡിയോ പറഞ്ഞുകൊണ്ടാരും തമ്പുരാൻ്റെ സത്യസന്ധമായി സേവിക്കുന്ന ദൈവദാസന്മാർക്കൊന്നും അവരുടെ ഒന്നും നന്മകളൊന്നും മുടക്കരുത്. നമുക്ക് ദൈവം തരുന്നത് സന്തോഷത്തോടെ കൊടുക്കുക. ആരെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അവരുടെ ഹൃദയത്തിൽ തുറന്ന് കർത്താവേ ആ സഹോദരനെ അനുഗ്രഹിക്കണമെന്നായിരിക്കും ആ നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നെങ്കിൽ അതൊരുപാട് അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാൻ അവസരമുള്ളപ്പോഴൊക്കെ നമ്മൾ നന്മ ചെയ്യണമെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക. ശരി, ഞാൻ ഈ വാക്യത്തിലേക്കൊന്നും പെട്ടെന്ന് വരാൻ പോകും. ഇവിടുത്തെ വാക്യം നോക്കി 38 വായിക്കുന്നതിന് മുമ്പ് നമുക്ക് മുകളിലുള്ള വാക്യം പോലും വായിക്കണേ പ്രിയപ്പെട്ടവരെ. ശത്രുക്കളോട് ഞാൻ ഒത്തിരി വായിക്കുന്നില്ല. 33 വാക്യം വായിക്കാം. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടും? വളരെ ഇതിൻ്റെ ഒരു പ്രധാന രീതി മനസ്സിലായി. നിങ്ങൾക്കൊരാൾ നന്മ ചെയ്യുന്നവർക്ക് തിരിച്ചാൽ ഒരു പ്രയോജനം, എന്തെങ്കിലും ഉപകാരം കിട്ടുമോ? ഇല്ല. പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുക, അതെല്ലാവരും ചെയ്യുന്നല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ കടം കൊടുക്കുമ്പോൾ കിട്ടും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്? അപ്പൊ കർത്താവ് ഉദ്ദേശം എന്നറിയാമോ? നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അത് തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയോടെ കൊടുക്കരുതെന്ന് ആ വാക്കിൻ്റെ അർത്ഥം നോക്കി. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്തൊരു ഒന്നുമില്ല. നിങ്ങൾ ഒരാൾക്ക് കടം കൊടുത്തു, അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു തന്നു. ഓ നത്തിങ്. പാപികളും കുറയാതെ മടങ്ങി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നാ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ. ഒന്നും പകരം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തിരികെ. ഇതൊക്കെ ഇങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ. തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലും വെക്കാതെ കൊടുത്തേക്കണോ? അല്ല അവന് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ. അതായത് ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കണേ, ഉണ്ടെങ്കിൽ മതി കേട്ടോ. കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. അപ്പൊ നമ്മൾ ഒരാൾക്ക് എന്ത് നന്മ ചെയ്താലും അതിനെന്ത് ചെയ്യും? സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാണ്. അത്യുന്നതന്റെ മക്കളുടെ പ്രത്യേകത എന്തോ? അതിനകത്ത് മടക്കി കിട്ടും. പകരം ഒന്നും ഇച്ഛിക്കാതെ തിരികെ ഒരു കാര്യവും പ്രതീക്ഷിക്കാതെ കൊടുക്കണം. എത്ര പേർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും? 100 മടങ്ങായി തരുമവൻ നിന്നുടെ മടിയിൽ നിറയുന്നത് പാടിയിട്ട് പോലും കൊടുക്കാൻ മടിയ. പക്ഷെ അത്യുന്നതന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടണം എന്ത് ചെയ്യണം? ഒന്നും പ്രതീക്ഷിക്കുക, 1 രൂപ പോലും തിരിച്ചു കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ സ്തോത്ര കർത്താവിന്റെ ദാസനോട് കൊടുക്കുക, തിരിച്ചു കിട്ടുമെന്ന് കുറിച്ച് കൊടുക്കരുത്. തിരിച്ചു കിട്ടും എന്ന് കൊടുക്കുന്നെങ്കിൽ നീ ഏത് സ്റ്റാൻഡേർഡിലാണ് ജീവിക്കുന്നത്? നീ ഭാവികളുടെ സ്റ്റാൻഡേർഡിലാണ്. പകരം ഒന്നും വേണ്ട, ഞാൻ പകരം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു നന്മ ചെയ്തു നോക്ക്, ദൈവം നിനക്ക് റിവാർഡ് തരുമെന്ന്. ആ പദവിയിലുള്ള ആളുകളുടെ പേരെന്താണ്? അവർ അത്യുന്നതന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും, മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. ദൈവത്തിന്റെ സ്വഭാവം കൂടെ പറയാം. ഇതാണ് നമ്മൾ കോണ്ടക്സ്റ്റ് വായിക്കണം. ചുമ്മാ ഒരു വാക്യം എടുത്തിട്ട് ചെറി പിക്കിംഗ് എന്ന് പറയും. ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറിക്കും, ഇവിടുന്ന് പറിക്കും, അപ്പുറത്തും പറിക്കും. നിങ്ങൾ ഈ ബൈബിളിലെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ മാർക്കറ്റിൽ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ 1001 പ്രസംഗങ്ങൾ, 2001 പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ടോ? ഞാനതൊരു പുസ്തകം എൻ്റെ കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ നോക്കി. ഞാൻ കുറേ നേരം ഇരുന്ന് അതിനകത്ത് ഒരു എന്തുവാ നീതിമാന്റെ പാതയോ ഏതോ ഒരു, അപ്പം അതങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെയാണ്, കുറെ ചെറിപ്പിക്കിങ്. ആ വാക്യം ഈ വാക്യം അപ്പുറത്തെ വാക്യം ഇപ്പുറത്തെ വാക്യം, 4-5 വാക്യം. നീതിമാന്റെ പാത അതാണ്, വെളിച്ചമാണ്, പകൽ പോലെ വെളിച്ചമാണ്, ഇങ്ങനെ ചെറിപ്പിക്കുക. എൻ്റെ പൊന്നെ, ജീവിതകാലത്ത് അതൊന്നും പ്രസംഗിക്കാൻ പറ്റൂല.
അതൊക്കെ പ്രസംഗിച്ച ജനങ്ങൾ ഇരുന്ന് ഉറങ്ങി വീണ് ചത്തു. അതിനകത്തൊന്നും ദൈവികാലോചനകളൊന്നുമില്ല. കാരണം അത് ചുമ്മാ അത് ചെറിയ പിക്കിങ്. അപ്പൊ ചെറിയ പിക്കിങ് പോലെ നമ്മൾ ഈ വാക്യം 3:6-38 എടുക്കരുത്. അങ്ങനെ നിങ്ങളുടെ പിതാവ് അടുത്ത വാക്യം വായിക്കുന്നു, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലം? നിങ്ങൾ എന്ത് ചെയ്യണം? ദയവ് കാണിക്കണം, മനസ്സലിവുള്ളവരാകണം, കടം ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കണം. കാരണം നിങ്ങളുടെ പിതാവ് ദുഷ്ടന്റെ മേലും നല്ലവരുടെ മേലും ദയാലുവാണ്. എന്നിട്ട് പറഞ്ഞു, വിധിക്കരുത്. ചുമ്മാതെ നമ്മൾ ജഡ്ജ്മെന്റ് നടത്താം. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അതാ. ആരെ എന്ത് പറഞ്ഞാലും ജഡ്ജ്മെന്റ് നടത്തിക്കളെ. എന്ത് എളുപ്പമെന്നറിയാം നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ. നീ പിശാചാണ്. ഇപ്പൊ ഒരാളുടെ ടോൺ, ഇപ്പം എൻ്റെ ചില ശൈലിയൊക്കെ കേൾക്കുമ്പോൾ ആൾ വിചാരിക്കും ഭയങ്കര റഫാണ്, അഹങ്കാരി എന്നൊക്കെ പറയും. പക്ഷെ എന്നോട് പേഴ്സണലി വ്യക്തിപരമായിട്ട് വന്ന എല്ലാവരും ആരും ഞാൻ അഹങ്കാരി എന്നോട് പറഞ്ഞു. പക്ഷെ എൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ എൻ്റെ ഈ ഒരു ശൈലിയാണ്. എൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ എന്തോ വലിയ ഒരു അഹങ്കാര ബുദ്ധിയോടെ സംസാരിക്കുന്ന പോലെ, എടുത്തിയാടി സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നും. ദയവായിട്ട് നിങ്ങൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന പോലെ വിധിക്കരുത്. നിങ്ങൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വാ, വന്നിട്ട് എന്നോട് പേഴ്സണലി സംസാരിക്കുക. എൻ്റെ കൂടെ 2-3 ദിവസം സമയം സ്പെൻഡ് ചെയ്യും. ഞാൻ അഹങ്കാരിയാണോ, ഞാൻ ഭയങ്കര കുഴപ്പക്കാരനാണോ, നിങ്ങൾ നോക്കി. ജസ്റ്റ് കം ആൻഡ് സീ. ഐ ഇൻവൈറ്റ് യു. നമ്മൾ ആരെയും പെട്ടെന്ന് ജഡ്ജ് ചെയ്യരുത്. കാരണം കർത്താവ് വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കത്തില്ല. ആഹാ, അപ്പൊ വിധിക്കപ്പെടാതിരിക്കണം എന്ത് ചെയ്യണം? ആരെയും വിധിക്കരുത്. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവധി ഉണ്ടാകുകയില്ല. എന്തൊരു വാക്യം ഇത്! അവന് 2 എണ്ണം കിട്ടണം എന്ന് ചിലർ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഈ കമന്റിലും ഞാൻ കുറെ സുപ്രീം കോടതി ജഡ്ജിമാരെ കണ്ടായിരുന്നു. മോനെ, വിധിക്കല്ലേ, വിധിക്കപ്പെടും. ഡോണ്ട് ജഡ്ജ് എനിബഡി. ശിക്ഷ വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും എന്ത് ചെയ്യും? ശിക്ഷാവധി ഉണ്ടാകുകയില്ല. വിടുവിൻ വാക്കിന്റെ അർത്ഥം ഫൊർഗീവ് ചെയ്യാനാ. റിലീസ് ദം. വിട്ടാര്? കുറ്റം ചെയ്തവനാ, പ്രശ്നക്കാരനാ, മോഷ്ടിച്ചവനാ, നശിപ്പിച്ചവനാ, വിട്ടാര്. ലീവ് ദം. അങ്ങനെ ഒരു ദൈവത്തിന് നീതിയുണ്ട്. ദൈവത്തിനൊരു നീതിയുണ്ട്. അവൻ അങ്ങനെ ചെയ്തെങ്കിൽ അവൻ വാങ്ങിച്ചേ പറ്റത്ത്. ഇങ്ങനെ കുറേ പുള്ളികളുണ്ട്. എല്ലാം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. പറാക്കളെ പോലെ പറക്കാൻ ചിറകം കിളിപ്പിച്ച് വർഷങ്ങളായിട്ടിരിക്കുന്ന പുള്ളികളാ. പക്ഷെ ഒരൊറ്റ ഒരെണ്ണത്തിനെ വിടത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരാളെ പിടിച്ചു വെച്ചാൽ, നിങ്ങൾ ഒരാളെ റിലീസ് ചെയ്യുന്നില്ലെങ്കിൽ, യു ആർ ഓൾസോ ബൗണ്ടഡ്. ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കരുത്തന്മാരായ നായ്ക്കളുമായിട്ട് ചില ആളുകൾ ഇങ്ങനെ റോഡിൽ ഇറങ്ങി വരുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ കഴുത്തിലൊരു ചങ്ങലയൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാമോ, 2 പേര് ബന്ധനത്തിലാണ്. ഒന്ന്, കഴുത്തിൽ ചങ്ങലയിട്ടിരിക്കുന്ന നായും ആ ചെങ്ങലയുടെ മററ്റത്ത് പിടിച്ചിരിക്കുന്ന യജമാനനും 2 ബന്ധിതർ ഒരുമിച്ച് റോഡിൽ കൂടെ നടക്കുക. നിങ്ങൾ ആ നായെ ഒന്ന് റിലീസാക്കിയാൽ നീയും റിലീസാവും, നിന്റെ നായും റിലീസാവും. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. നിങ്ങൾ പലരുടെയും പാപം ക്ഷമിക്കാതെ, പലരെയും കുറ്റപ്പെടുത്തി, പലരെയും ഞാൻ വിടത്തില്ല, അവൻ എന്നോട് ചെയ്തത് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പൊന്നു മോനെ, നീ കെട്ടിയിരിക്കുന്ന ചെങ്ങലയുടെ അപ്പുറത്ത് അവനുണ്ട്, ഇപ്പുറത്ത് നീയുണ്ട്. അത് ബന്ധിക്കപ്പെട്ടവൻ നീ അറിയാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിനക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവനും പോകാൻ പറ്റത്തില്ല. ബോത്ത് ആർ ബൗണ്ടഡ്. ബൈബിൾ പറയുന്നു, വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു നോക്കിയേ? വിധിക്കരുത്, ശിക്ഷ വിധിക്കരുത്, ആരെയും ബന്ധിച്ചു വെക്കരുത്, റിലീസ് ദം, സെൻഡ് ദം അവേ, യു വിൽ ബി ഓൾസോ സെൻഡ് ബാക്ക്, യു വിൽ ഹാവ് ദ ലിബർട്ടി. അടുത്ത വാക്യം, കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഈ കൊടുപ്പിൻ എന്ന വാക്കിന്റെ ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ്. അതിന്റെ ഹീബ്രു വേർഡ് ഡിഡോമായി. കൊടുപ്പിൻ, ഗിവ്. അതിന്റെ അർത്ഥം, ദാറ്റ് ഇസ് എ ഡെലിബറേറ്റ്
ആക്ട് ഓഫ് ഗിവിങ്. മനസ്സായി, നല്ല മനസ്സോടെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഒരാളെ എന്ത് ചെയ്യുക? ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക. നമ്മളെ പ്രധാനപ്പെട്ട സ്ഥിതി, ഒരു ഗിഫ്റ്റ്, ഒരു ഇൻഹെറിറ്റൻസ് നമ്മൾ കൊടുക്കുക, ഗിവ് ചെയ്യാം. അപ്പം ഇത് ഈ ഡിഡോമ എന്ന വേർഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതന പുത്രനെ നൽകുവാൻ തക്ക ഡിഡോമായി, ഗോഡ് ഗിവിങ് ഹിസ് സൺ. ദാറ്റ്സ് ഗിവിങ്. അതാ ഡിഡോമായി. അതായത് ഡെലിബറേറ്റ്ലി കൊടുക്കുക, നല്ല ഹൃദയത്തിൽ നിന്ന് കൊടുക്കുക. തന്റെ പുത്രനെ അങ്ങ് കൊടുത്തു. എന്തിനാ? ആരും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി. മർക്കോസിന്റെ സുവിശേഷം 10:45 മനുഷ്യപുത്രൻ തന്റെ ജീവനെ കൊടുക്കുവാൻ. ജീസസ് ഹാസ് ഗിവിങ് ഡിഡോമായി ഹിസ് ലൈഫ്. അവന്റെ ജീവനെ കൊടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 12:32 പിതാവ് തന്റെ രാജ്യം കൊടുക്കാൻ, പിതാവ് തന്റെ രാജ്യത്തെ, the father giving the kingdom, didomai. It is a covenant term that carries the idea of gift and inheritance, not wages. ഒരാൾക്ക് കൂലി കൊടുക്കുന്നതല്ല, ദാനമായത്, അർഹമായ ഒരു റിവാർഡ്, ഒരു ഇൻഹെറിറ്റൻസ് കൈമാറുന്നതിനെയാണ് നമ്മൾ കാണുന്നത്. വളരെ ശ്രദ്ധിക്കുക. ദാറ്റ് ഇസ് ഡിഡോമായി. എന്നിട്ട് നേരത്തെ വാക്ക് വിടുവിൻ എന്നൊരു വാക്ക് പറഞ്ഞില്ലേ? വിടുവിൻ, അതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വേർഡ് അപ്പലു. അപ്പലു. സോ അപ്പലു മീൻസ് റിലീസ്, സെറ്റ് ഫ്രീ, സെൻഡ് അവേ, ലൂസ് ഫ്രം ബോണ്ടേജ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൂസ് ഫ്രം ബോണ്ടേജ്, റിലീസ് ഫ്രം ഡെപ്റ്റ്, ക്യാപ്റ്റിവിറ്റി, ഗ്രാൻഡ് ഫ്രീഡം ഓർ ഗ്രാൻഡ് ഡിവോഴ്സ്. ഒരാളെ ഫ്രീ ആയിട്ട് വിടുക, അല്ലെങ്കിൽ ഫ്രീ. ലൂക്ക് ചാപ്റ്റർ 23:23-25 പറഞ്ഞെന്നോ, പടയാളികൾ കുറ്റക്കാൽ ഒരുപോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയിൽ ഒരു വിട്ടയക്കുക പതിവായിരുന്നു. വിട്ടയക്കുന്ന വാങ്ങിന് കൊടുത്തിട്ട് പറഞ്ഞ അപ്പലു, ഫ്രീയിങ് പ്രിസണേഴ്സ്, റിലീസിങ് ഫ്രം സിൻ ഡെപ്റ്റ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ബദ്ധന്മാരെ വിടുവിക്കുവാൻ. എവിടുന്ന? പാപത്തിന്റെ ബദ്ധന. റിലീസ് ഫ്രം ദ സിൻസ് ഡെപ്റ്റ്. ലൂക്ക് ചാപ്റ്റർ 4:18 ലിബർട്ടി ടു ദ ക്യാപ്റ്റീവ്സ്. ലൂക്ക് ചാപ്റ്റർ 2:29 പറഞ്ഞു, സൈമൺ പറയാ, നൗ ലേറ്റ് യുവർ സെർവന്റ് ഡിപ്പാർട്ട്. ഇതാ ഞാൻ നിന്റെ ദാസൻ. എന്നെ എന്തുവാ ശിമയോൻ പറയുന്ന വാക്കുണ്ട്, നാഥ, ഇപ്പോൾ നാഥ എന്നെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അപ്പലു. അപ്പൊ വാട്ട് ഈസ് ദ മീനിങ്? നേരെ പറഞ്ഞു, വിടുവിൻ എന്നാൽ നിങ്ങൾ വിടുവിക്കപ്പെടും, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കവിഞ്ഞൊഴുകുന്ന നിലയിൽ തരും. ഇത് രണ്ടും എങ്ങനെ മനസ്സിലാവും? God gives the promises. The Son of God gives the Son of God. So, because of that gift, God releases us through that Son. എന്നോട് പറയാം. താഴെ ഈ ഗിവിങ് എന്ന ഡിഡോമ ഇസ് എ കവനന്റ് ടേം. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു റിലീസ് ഉണ്ട്. How it connected with God. God didomai his son. Jesus didomai his life. Father didomai his kingdom. That gift. And because of that gift, God set us free. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുന്നു? സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അപ്പൊ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി കവിയുന്നവര് നല്ല അളവ് ദൈവം നിങ്ങളുടെ മടി തരും. ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വാക്കൂടെ പറയാം. ഇവിടെ റബനിക്കൽ പഠനം അനുസരിച്ച് മെഷർ ഫോർ മെഷർ എന്നതിൻ്റെ അർത്ഥം. അതിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന പദം മിഡാഖേ നെഖത് മിഡാഖേ. മിഡാ, അത് ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നത്. മിഡാന്ന്, MIDDAH, മിഡാ അതോ മിഥ എന്നോ എനിക്കറിയത്തില്ല. മിഠ, അതായത് മെഷർ ഫോർ മെഷർ, അളവിന് അളക്കുക. അതാണ് റബനിക്കൽ. അതിൽ മിഷനാൽ ഇങ്ങനെ പറഞ്ഞത്, വിത്ത് ദ മെഷർ എ മാൻ മെഷേഴ്സ് ഇറ്റ് വിൽ ബി മെഷേർഡ് ബാക്ക് ടു ഹിം. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന വാക്കിന്റെ അർത്ഥം സ്വോത്രാഴ്ച കൊടുത്താൽ കിട്ടുമെന്നല്ല.
നിങ്ങൾ ഏത് അളവിനാൽ അളക്കുന്നുവോ അതേ അളവിനാൽ നിങ്ങൾക്ക് തിരികെ. ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഡെപ്റ്റ്. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ കടങ്ങൾ നിങ്ങളോട് ക്ഷമിക്കും. God is measuring a man measures. It will be measured back to him. അതായത് യേശു പറഞ്ഞത് ഇറ്റ് ഈസ് ജസ്റ്റ് റബനിക്കൽ ടെർമിനോളജി. ഇറ്റ് ഈസ് എ ജൂയിഷ് ഇഡിയം. The way you treat others determines how heaven treats you. അതാ വാക്കിനർത്ഥം. പിടിയോ, നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നോ അതുപോലെ തിരിച്ചു കിട്ടും. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് മണി, ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് tithe, is not talking about offering, is not talking about willful giving, nothing. It's talking about the debt of others. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ, മറ്റുള്ളവർ നിങ്ങളോട് കാണിച്ചതായ ഇൻജസ്റ്റിസ്, നിങ്ങളോട് കാണിച്ച ദ്രോഹം. The Bible says, set them free.